ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ബീഫ് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലില്ലാത്ത ബീഫ് എടുത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ പീസുകളായിട്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിൽ വേവിച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബീഫിൽ നിന്ന് താനെ വെള്ളം ഉണ്ടായി വരും കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 4-5 വിസിൽ അടിക്കണം. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഇത് അവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 ഭാഗം വെന്താൽ മതി എന്നാണ് പറയാറ് കേട്ടോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്ക് കടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേവ് ഇത് വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് കടിക്കാൻ തട്ടില്ല. അപ്പോൾ ആ ബീഫ് ഇവിടെ വേവിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കോൺഫ്ലവർ, വലിയ ജീരകം പൊടിച്ചത്, അതേപോലെ കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ നീരില്ലേ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വേവിച്ച ആ വെള്ളമില്ലേ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടോ. ഇനി കൈ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാലുള്ള മസാല നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മളെ ബീഫില്ലേ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീഫും മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബീഫ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടോ. അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളെ മസാല തേച്ച് റെഡിയാക്കി വെച്ച് നമ്മളെ ബീഫ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ബീഫ് ഇതവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കോരി മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്തൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസ് ഇല്ല അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ വേവിച്ച വെള്ളമല്ലേ, ബീഫ് വേവിച്ച ആ വെള്ളം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉണക്കമുളകില്ലേ, ആ ഉണക്കമുളക് ചതച്ചത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മളെ ബീഫില്ലേ ആ ബീഫ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ബീഫ് ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഈ ഗ്രേവിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ അടിപൊളി ബീഫ് ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മലയാളികൾക്ക് ബീഫ് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ അത് കൂടുതൽ രുചിയിൽ നമുക്ക് കഴിക്കാൻ കിട്ടിയാലോ അത്രയും രസമല്ലേ. അപ്പോൾ ഇതാ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.